SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് 99.69 വിജയശതമാനം. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ജില്ലയിൽ 99.68% വിജയം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറിച്ചുള്ള പ്രചാരണങ്ങൾ UDFന്റെ ജാള്യത മറയ്ക്കാനാണെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള വയോധികയെ സംഘം ചേർന്ന് മർദ്ദനത്തിനിരയാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ആർ ബിന്ദു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കേച്ചേരിയിൽ യുവാവ് കോഴിക്കടയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. നിരവധി കോഴികൾ വെന്തുചെത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് എരനെല്ലൂർ സ്വദേശി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വല്ലച്ചിറയിൽ നിന്നും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന അതിമാരക മയക്കുമരുന്നായ 5 ഗ്രാം യെല്ലോ കളർ മെത്താംഫെറ്റമിനുമായി 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. വിയൂരിൽ ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ. മാളക്കുഴൂരിൽ വീട്ടിൽ നിന്ന് മലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 28 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. തെക്കുമുറി പുളിക്കൽ പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. SSLC പരീക്ഷയിൽ 99.69% വിജയം. 4,25,523 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ തവണത്തേക്കാൾ 0.01% വിജയം കുറവ്. 71,831 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. വിജയശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലാണ്, 99.92%. വിജയശതമാനം കുറവ് തിരുവനന്തപുരത്ത്, 99.08%. ഏറ്റവും കൂടുതൽ A+ നേടിയത് മലപ്പുറം ജില്ലയാണ്. A+ നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കൂടുതലാണ്. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ സമ്പൂർണ്ണ വിജയം. 892 സർക്കാർ സ്കൂളും 1139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും 100 മേനി വിജയം കൈവരിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. പുനർമൂല്യനിർണ്ണയത്തിന് വ്യാഴാഴ്ച മുതൽ അപേക്ഷിക്കാം. പരീക്ഷ ഈ മാസം 28-ാം തീയതി നടക്കും. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷാ രീതി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. പേപ്പർ മിനിമം മാർക്ക് പരിഗണനയിലാണ്. എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് നേടണം. +1 പ്രവേശനത്തിന് ഈ മാസം 16 മുതൽ 25 വരെ അപേക്ഷിക്കാം. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 24-ാം തീയതി +1 ക്ലാസുകൾ തുടങ്ങും. തൃശൂർ ജില്ലയിൽ SSLC പരീക്ഷയിൽ 99.68% വിജയം. 35,448 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 35,561 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 17,945 ആൺകുട്ടികളും 17,503 പെൺകുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി. 2,013 ആൺകുട്ടികൾക്കും 4,086 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 6,099 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 10,719 വിദ്യാർത്ഥികളിൽ 10,712 പേർ ഉപരിപഠന യോഗ്യത നേടി. വിജയശതമാനം 99.93. 2,254 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 14,974 വിദ്യാർത്ഥികളിൽ 14,897 പേർ ഉപരിപഠന യോഗ്യത നേടി. വിജയശതമാനം 99.49. 1,926 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 9,868 വിദ്യാർത്ഥികളിൽ 9,839 പേർ ഉപരിപഠന യോഗ്യത നേടി. വിജയശതമാനം 99.71. 1,859 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. AHSLC പരീക്ഷയിൽ 98.33% വിജയം നേടി. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളിൽ 59 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി. 98.33% വിജയം. ഒരു വിദ്യാർത്ഥിക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മറിച്ചുള്ള പ്രചാരണങ്ങൾ UDFന്റെ ജാള്യത മറയ്ക്കാനാണെന്നും മന്ത്രി പറഞ്ഞു. നാട്ടികയിൽ LDF വോട്ടുകൾ BJPയിലേക്ക് ചോരുമെന്ന UDF പ്രചരണം അടിസ്ഥാനരഹിതമാണ്. UDFും BJPയും ഏതു വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയാലും പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് LDFന് നല്ല വിജയം നേടാനാകുമെന്നാണെന്നും മന്ത്രി പറഞ്ഞു. നെഞ്ചിൽ എത്ര തവണ കൈവച്ചാലും വിരോധമില്ല. വളരെ വിശ്വാസത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പോൾ ചെയ്ത ഒരു വോട്ട് പോലും മുന്നണിക്കല്ലാതെ പോയിട്ടില്ല എന്ന് 100% ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ പറയാനാകുമെന്ന ആത്മവിശ്വാസമാണ്. ബാക്കിയെല്ലാം ഈ ജാള്യത മറയ്ക്കാനാണ്. ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതായി ഞങ്ങൾ കേട്ടു, തോറ്റാൽ കെട്ടിക്കിടക്കാൻ ഇനി തൃശ്ശൂരിലേക്ക് ഉണ്ടാകില്ല.
അതും മാധ്യമങ്ങൾ കാണേണ്ട ഒരു പ്രസ്താവനയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നും തലേന്നും 3-ാം സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ UDF ഉണ്ടാക്കിയ ഒരു പ്രചരണം BJPക്ക് CPM വോട്ട് മറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ ചോരുന്നു എന്ന വിധത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോകില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ആ മുന്നണിയിലെ CPIയും CPMും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സത്യസന്ധതയൊക്കെ നാട്ടിലെ വോട്ടർമാർക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വോട്ടുകൾ കൃത്യതയോടെ കിട്ടും. അത് 4.5 ലക്ഷത്തേക്കാൾ കുറവാകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് നോക്കിയാൽ എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാൾ കൂടും, അതിൽ നിൽക്കില്ല, അതിനേക്കാൾ കൂടും, ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള വയോധികയെ സംഘം ചേർന്ന് മർദ്ദിച്ചു. പഴയില്ലത്ത് വീട്ടിൽ 64 വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തേടി. വിജയലക്ഷ്മി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട വിജയലക്ഷ്മി തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അയൽവാസികളായ 4 അംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള വയോധികയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മന്ത്രി ഇടപെടുകയായിരുന്നു. വിഷയം അടിയന്തരമായി അന്വേഷിക്കുവാനും പോലീസ് നടപടികൾ അടക്കമുള്ള റിപ്പോർട്ട് ലഭ്യമാക്കുവാനുമാണ് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലുള്ള അമ്യൂണിറ്റി സെന്ററിൽ താമസിക്കാനെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. ഇയാളുടെ 3 പല്ലുകൾ കൊഴിഞ്ഞു. മറ്റൊരു താമസക്കാരനാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. അലക്കിയിട്ട വസ്ത്രങ്ങൾ മാറ്റിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അമ്യൂണിറ്റി സെന്ററിലെ ജീവനക്കാർ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും 2 പേരും സ്ഥലം വിട്ടിരുന്നു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവർ ദൃശ്യം പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. സംഭവത്തെക്കുറിച്ച് ടെമ്പിൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരിയിൽ യുവാവ് ബന്ധുവിന്റെ കോഴിക്കട കത്തിച്ചു. കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ വെന്തുചത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കേച്ചേരി എരനല്ലൂർ സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ അഖിലിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. കേച്ചേരി പെരുമണ്ണ് സ്വദേശി കരിമ്പനക്കൽ വീട്ടിൽ ചന്ദ്രന്റെ കോഴിക്കടയാണ് പ്രതി കത്തിച്ചത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 3:30 പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കടയിലെത്തിയ പ്രതി കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ട് ചന്ദ്രനും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. 15,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ചന്ദ്രൻ പറഞ്ഞു. വല്ലച്ചിറ മിനി ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക മയക്കുമരുന്നിനത്തിൽപ്പെട്ട 5 ഗ്രാം യെല്ലോ കളർ മെത്താംഫെറ്റമിനുമായി 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. വല്ലച്ചിറ സ്വദേശി അങ്ങാടിപ്പറമ്പിൽ അക്ഷയ് അനിൽകുമാർ, ചാലക്കുടി പരിയാരം സ്വദേശി അരിങ്ങായി അതുൽ കൃഷ്ണ എന്നിവരെയാണ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതിമാരകവും വീര്യം കൂടിയതുമായ യെല്ലോ മെത്തൻ എന്നറിയപ്പെടുന്ന മയക്കുമരുന്നിന് യുവാക്കൾക്കിടയിൽ വൻ ഡിമാൻഡാണ്. 0.5 ഗ്രാം യെല്ലോ കളർ മെത്താഫെറ്റമിൻ 2000 രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് നൽകാറുള്ളതെന്ന് പ്രതി മൊഴി നൽകി. വിയൂരിൽ ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി ഇതര സംസ്ഥാന സ്വദേശിയായ യുവാവ് പോലീസ് പിടിയിലായി. അസം സ്വദേശി മുഗസിദുൽ അലമാണ് ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. 1.5 മാസത്തിനുള്ളിൽ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പിടികൂടിയ 10 കേസുകളിൽ 8 കേസിലെ പ്രതികളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. വിയൂർ സബ് ഇൻസ്പെക്ടർ K. വിവേക് നാരായണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എബ്രഹാം, സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മാളാക്കുഴൂരിൽ വീടിനകത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 28 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കുഴൂർ തെക്കുമുറി പുളിക്കൽ പ്രകാശന്റെ വീട്ടിൽ നിന്നാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. പ്രകാശന്റെ മകൻ അഖിലിന്റെ ഭാര്യ ശാലിതിയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോകുന്നതിന് മാലയെടുക്കാൻ ശാലിത നോക്കിയപ്പോഴാണ് ആഭരണം സൂക്ഷിച്ചിരുന്ന പെട്ടിയടക്കം കാണാതായത് അറിഞ്ഞത്. ഞായറാഴ്ച ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടി മാറ്റി പുതിയതിൽ വെച്ചിരുന്നതാണെന്ന് പറയുന്നു. ഇതിനുശേഷമാണ് ആഭരണങ്ങൾ മോഷണം പോയിട്ടുള്ളത്. താക്കോൽ വീടിന്റെ പിന്നിൽ സൂക്ഷിച്ചിരുന്നത് എടുത്ത് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളതെന്ന് സംശയിക്കുന്നു. ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുകളിലെ നിലയിലെ വാതിൽ പൂട്ടാറില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. 3 മാലകൾ, 8 വളകൾ, കൈച്ചെയിൻ അടക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പരാതിയെ തുടർന്ന് മാള പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ മുംബൈയിൽ അന്തരിച്ചു.
65 വയസ്സായിരുന്നു. മുംബൈയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഹിന്ദിയിലും മലയാളത്തിലുമായി 20ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. യോദ്ധ, വ്യൂഹം, ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങിയവയാണ് പ്രധാന മലയാള ചിത്രങ്ങൾ. 1990-ൽ വ്യൂഹം സിനിമയിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് വന്നത്. 8 ഹിന്ദി സിനിമകൾ സംവിധാനം ചെയ്തു. സംസ്കാരം വ്യാഴാഴ്ച മുംബൈയിൽ നടക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ കാലം ചെയ്തു. 74 വയസ്സായിരുന്നു. പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അമേരിക്കയിലെ ഡാലസിലായിരുന്നു അന്ത്യം. KP യോഹന്നാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1950-ൽ നിരണം കടപ്പിലാരിൽ കുടുംബത്തിൽ ജനിച്ചു. ആത്മീയ യാത്ര റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായി. കൊമ്പൻ തൃക്കരിയൂർ ശിവനാരായണൻ ചെരിഞ്ഞു. 47 വയസ്സായിരുന്നു. കോതമംഗലം തൃക്കരിയൂർ സ്വദേശി ബിജുവിന്റെ സംരക്ഷണയിലുള്ളതാണ് ആന. പാദരോഗം ബാധിച്ച് 1.5 വർഷമായി മണ്ണമ്പേട്ട വട്ടണാത്രയിൽ ചികിത്സ നടത്തി വരികയായിരുന്നു. രോഗാവസ്ഥയിൽ നിന്നും അല്പം ഭേദപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അന്ത്യം. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രധാന ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂപ്പുകളിലും മരക്കമ്പനികളിലും മരങ്ങൾ നീക്കുന്ന ജോലിക്ക് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു ശിവനാരായണന്. മരപ്പണിയിലെ പെരുന്തച്ചൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്നു. ആനയുടെ ജഡം വ്യാഴാഴ്ച കോടനാട് സംസ്കരിക്കും. കാനഡയിൽ ദുരൂഹ സാഹചര്യത്തിൽ ചാലക്കുടി സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടിയിലെ പൊതുപ്രവർത്തകൻ പടിക്കല സാജന്റെ മകൾ 26 വയസ്സുള്ള ഡോണയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ചാലക്കുടി കുറ്റിച്ചിറയിലെ കണ്ണമ്പുഴ പൗലോസിന്റെ മകൻ ലാലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെയാണ് ഡോണയെ വീട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാൾ ഒളിവിൽ പോയതായി പോലീസിന് വിവരം ലഭിച്ചു. 1.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഡോണയുടെ അമ്മ ഫ്ലോറ അടുത്ത ആഴ്ച കാനഡയിലേക്ക് മകളെ കാണാൻ പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുത്തൂർ സെന്റർ വികസനത്തിന്റെ ഭാഗമായുള്ള വീതികൂട്ടൽ നടപടികൾ ആരംഭിച്ചു. കുട്ടനെല്ലൂർ മേൽപ്പാലം മുതൽ പുത്തൂർ കുരിശുമൂല വരെയുള്ള റോഡാണ് വീതി കൂട്ടുന്നത്. നിലവിലെ റോഡ് 15 മീറ്റർ വീതിയിലേക്കാണ് ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മാണം നടത്തുന്നത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലവും നിർമ്മിതികളും നഷ്ടമാവുന്നവർക്ക് നഷ്ടപരിഹാരമായി 47.82 ലക്ഷം രൂപയാണ് വിതരണം നടത്തിയതെന്നും പുത്തൂർ സമാന്തര പാലത്തിന് 10 കോടിയുടെ ഭരണാനുമതിയും ഇവിടെ സ്ഥലം നഷ്ടമാകുന്നവർക്ക് നൽകാനായി 2.5 കോടിയുടെ അനുമതിയും ലഭിച്ചതായും 2025-ൽ തന്നെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും സ്ഥലം സന്ദർശിച്ചതിന് ശേഷം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെതിരെ ചിലർ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടെന്നും അതൊന്നും പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും എന്തെല്ലാം ആരോപണങ്ങൾ ആരൊക്കെ ഉന്നയിച്ചാലും ഈ വർഷം തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS സജിത്, നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കമലക്കട്ടി റോഡരികിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് തലവേദനയാകുന്നു. ഇടക്കാലത്ത് മാലിന്യ നിക്ഷേപം കുറഞ്ഞുവെങ്കിലും വീണ്ടും സ്ഥിതി രൂക്ഷമായിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡ് കടന്നുപോകുന്ന പ്രദേശമാണ് കമലക്കട്ടി. അടുത്ത കാലത്ത് വെള്ളിക്കുളങ്ങര മുതൽ മാരാങ്കോട് വരെയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചതോടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നാൾതോറും ഏറിവരികയാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടി, പരിയാരം, കുറ്റിച്ചിറ എന്നിവിടങ്ങളിലേക്കായുള്ള നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനംപ്രതി കടന്നു പോകുന്നത്. എന്നാൽ റോഡരികിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ദുരിതമായിരിക്കുകയാണ്. മൂക്കുപൊത്താതെ ഇതിലെ കടന്നു പോകാനാവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് വെള്ളിക്കുളങ്ങരയിലെ സാമൂഹിക പ്രവർത്തകനായ റഷീദ് ഏറത്ത് പറയുന്നു. മഴകൾ വരുമ്പോൾ ഈ വേസ്റ്റ് ഇത്രയും ചെല്ലുന്നത് ഈ തോട്ടുകളിലേക്കാണ്. അത് വളരെ ക്രൂരതയാണ്. ഈ നമ്മൾ ജനങ്ങളോട് കാണിക്കുന്ന ഇതാണ്. ആരായാലും ഇവിടെ കൊണ്ട് തട്ടുന്നത് അവർ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് സ്റ്റേഷനുള്ളത്, പോലീസ് സ്റ്റേഷനുള്ളത്, ഹെൽത്തിൻ്റെ ഉള്ളത്. അവരൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി എടുക്കണമെന്ന് പ്രവർത്തകരെ അഭ്യർത്ഥിക്കുന്നു. രാത്രിയുടെ മറവിൽ ഇറച്ചിക്കോഴിയുടെ അവശിഷ്ടങ്ങൾ ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് റോഡരികിൽ തള്ളുകയാണ്. ചീഞ്ഞഴുകി പുഴുവരിച്ച് റോഡരികിൽ കിടക്കുന്ന മാലിന്യച്ചാക്കുകൾ ദുർഗന്ധം പരത്തുന്നതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ഏറെ ദുരിതമനുഭവിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായി കമലക്കട്ടി റോഡരികിലിരുന്ന് ലോട്ടറി കച്ചവടം നടത്തിവന്നിരുന്ന തനിക്ക് ദുർഗന്ധം മൂലം ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയാതായെന്ന് ഭിന്നശേഷിക്കാരനായ വെള്ളിക്കുളങ്ങര സ്വദേശി സുരേന്ദ്രൻ പറഞ്ഞു. ഒരു അവസ്ഥയിലും നിൽക്കാൻ പറ്റാത്ത കോഴി വേസ്റ്റ് മാലിന്യം കൊണ്ട് തട്ടി റോഡ് നിറയെ കിടക്കുകയാണ്.
അതിലൊരു ക്യാമറ ഒരു ക്യാമറ വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഈ സംഭവം ചെയ്യില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കണില്ല. ഈ സ്മെല്ലടിച്ച എന്തെങ്കിലും അസുഖമൊക്കെ പിടിവിടും. എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ കടന്നു പോയിരുന്നത് ഇപ്പോഴത്തെ കമലക്കട്ടി റോഡിനോട് ചേർന്നാണ്. ട്രാംവേ ഉണ്ടായിരുന്ന സ്ഥലം കിടങ്ങ് പോലെ ഇവിടെ ഇപ്പോഴും കാണാനാകും. ഈ കിടങ്ങ് നിറയെ മാലിന്യമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവിടുത്തെ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട്. മഴ പെയ്താൽ മാലിന്യം ചീഞ്ഞഴുകി വെള്ളത്തിൽ കലരുകയും ഈ മലിനജലം കമലക്കട്ടിയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലേക്ക് വെള്ളിക്കുളം വലിയ തോട്ടിലേക്കും ഒഴുകിയെത്തുകയും ചെയ്യും. കമലക്കട്ടി റോഡരികിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന കാട്ടുപന്നിക്കൂട്ടവും തെരുവുനായ്ക്കളും യാത്രക്കാരുടെ ജീവന ഭീഷണിയാണ്. കാട്ടുപന്നികൾ കുറുകെ ചാടി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണെന്ന് മാരാങ്കോട് നിവാസിയും കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് പ്രസിഡന്റുമായ TR ഔസേപ്പുകുട്ടി പറഞ്ഞു. ഇതിൽ യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും കാലത്ത് ഈ മീൻ വിൽക്കാൻ പോകുന്ന ആളുകൾക്ക്, കാലത്ത് മീൻ എടുക്കാൻ പോകുന്ന ചാലക്കുടിയിൽ പോകുന്ന ആളുകളൊക്കെ അപകടത്തിൽ പെടാറുണ്ട്. നമ്മുടെ പന്നി, മൃഗങ്ങൾ, അങ്ങനത്തെ കാട്ടുമൃഗങ്ങളൊക്കെ ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് കമലക്കട്ടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്താൻ കോടശ്ശേരി പഞ്ചായത്ത് അധികൃതരും വെള്ളിക്കുളങ്ങര പോലീസും വനംവകുപ്പും ചേർന്ന് അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. അതിരപ്പള്ളി വാച്ചുമരം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ വയോധികയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 3-ാം ദിവസവും തുടർന്നു. ഡ്രോൺ ഉപയോഗിച്ചാണ് വനം വകുപ്പും പോലീസും തെരച്ചിൽ നടത്തിയത്. വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ 75 വയസ്സുള്ള അമ്മിണിയെയാണ് കാണാതായത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു വിറക് ശേഖരിക്കുന്നതിനായി അമ്മിണി വനത്തിലേക്ക് പോയത്. പിന്നീട് കാണാതായതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കോളനി നിവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. അമ്മിണിയുടെ പക്കലുണ്ടായിരുന്ന വടിയും കോടാലിയും കണ്ടുകിട്ടിയിരുന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കാറിന് പുറകിൽ ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് കാർ യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിലുള്ള തർക്കം മൂലം അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ് ഇടിച്ചായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് കാറിന് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരു വാഹനങ്ങളും റോഡിൽ നിന്ന് മാറ്റിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികളുടെ ആയ അച്ഛന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ ഇന്ന് രാത്രി നാട്ടിലെത്തിക്കും. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ ശിവകുമാർ, മക്കളായ ശരത്, സൗരവ് എന്നിവരാണ് മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ ഇന്നലെ അപകടത്തിൽ മരിച്ചത്. മംഗൽപാടി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. രാജ്യവ്യാപകമായി ജീവനക്കാർ സമരത്തിലായതാണ് യാത്രക്കാരെ വലച്ചത്. 250 ജീവനക്കാരാണ് നിലവിൽ സമരത്തിലുള്ളത്. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സിക്ക് ലീവ് എടുത്തായിരുന്നു പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വലഞ്ഞു. ജീവനക്കാരില്ലാത്തതിനാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെയാണ് വിമാനം റദ്ദാക്കിയതെന്ന് യാത്രക്കാർ പറയുന്നു. ദുബായിലേക്ക് ഉൾപ്പെടെയുള്ള എയർ ഇന്ത്യയുടെ 4 വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റദ്ദാക്കിയത്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 12 സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി എയർ ഇന്ത്യ അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട്. യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞു. അവസാന നിമിഷം ക്യാബിൻ ക്രൂ സിക്ക് ലീവ് എടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും യാത്രക്കാർക്ക് യാത്രാ പുനഃക്രമീകരണത്തിനോ പണം മടക്കി വാങ്ങുന്നതിനോ അവസരമുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. കുരിയച്ചിറയിലെ തൃശൂർ കോർപ്പറേഷൻ ഓർഗാനിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും രൂക്ഷമായ ഈച്ചശല്യത്തിനെതിരെയും ആക്ഷൻ കൌൺസിൽ ഫോർ ക്ലീൻ കുരിയച്ചിറയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. 100 പേർ മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. തുടർന്ന് പ്രതിജ്ഞയെടുത്തു. കുരിയച്ചിറ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ഫാദർ തോമസ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ കൺവീനർ ഡേവിസ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, ലീല വർഗീസ്, ആൻസി ജേക്കബ്, സുനിൽ രാജ്, വിനോദ് പുള്ളാഞ്ചേരി, ഫാദർ തോമസ് വടക്കൂട്ട്, ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡോക്ടർ ടോമി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വരയുടെ പുതിയ അനുഭവമൊരുക്കാൻ കോടാലി മാങ്കുറ്റിപ്പാടത്ത് കലാമുറ്റമൊരുങ്ങി. ഇലകൾ മഞ്ഞ, പൂക്കൾ പച്ച എന്നിവരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ചിത്രകലാ ക്യാമ്പ് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് മാങ്കുറ്റിപ്പാടത്ത് നടക്കുന്നത്.
കുട്ടികളും മുതിർന്നവരുമായി 40ഓളം പേർ ക്യാമ്പിൽ പങ്കെടുക്കും. വരയ്ക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ചെറുപ്പത്തിൽ അത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയവർക്ക് കൂടി വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കലാമുറ്റം ഒരുക്കുന്നതെന്ന് സംഘാടകയും ചിത്രകാരിയുമായ പ്രിയ ഷിബു പറഞ്ഞു. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിയ ഒരു ക്യാമ്പാണത്. അതിൽ 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ വരയ്ക്കുന്നു, അതും ഒരേ ക്യാൻവാസിൽ. ഓരോരുത്തരുടെ ആശയത്തെ നമ്മൾ ഒരു വലിയ ക്യാൻവാസിലേക്ക് ആവിഷ്കരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ആനന്ദം, അതാണ് നമ്മുടെ ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയ ഷിബുവിന് പുറമെ ചിത്രകാരികളായ മക്കൾ ദേവാംഗന, ദേവഹാര എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത്. ക്യാമ്പിന് മുന്നോടിയായി കലാമുറ്റം ഒരുക്കുന്ന പണികൾ കലാകാരന്മാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ജനൻ കൊറ്റിക്കൽ, ആനന്ദ് രാമൻ, സുനിൽ സബര്യ, പ്രീതി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. വെള്ളിയാഴ്ച രാവിലെ ചിത്രകാരൻ TR സുനിൽ ലാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. TCV കൊടകര. AIKS ദേശീയ ജനറൽ സെക്രട്ടറി അതുൽകുമാർ അഞ്ചാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, P. ബാലചന്ദ്രൻ MLA, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് 53 വർഷത്തെ സേവന പാരമ്പര്യവുമായി തൃശൂർ MO റോഡിൽ ജയ ബേക്കറിക്ക് മുകളിൽ പ്രവർത്തിച്ചുവരുന്ന പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിക്ക് നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെ 2022-23 വർഷത്തെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം ലഭിച്ചു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നഴ്സിംഗ്, മെഡിക്കൽ ലാബ്, ECG, ഫാർമസി, ഒപ്റ്റോമെട്രി തുടങ്ങി വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ വിജയകരമായി നടത്തിവരുന്നു. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സിനോടൊപ്പം വിവിധ ആശുപത്രികളിലും ഫാർമസികളിലും അനുബന്ധ പരിശീലനവും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉറപ്പു നൽകുന്നു. ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈൻ ക്ലാസ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വളരെ കാലങ്ങളായിട്ട് പഴക്കമുള്ളതും ഇവിടെ വളരെ സജീവമായി തന്നെ പ്രവർത്തനം നടത്തുന്നതും ഒപ്പം തന്നെ പാരാമെഡിക്കൽ രംഗത്ത് നടത്തേണ്ടതായ പല കോഴ്സുകളും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഈ കോഴ്സ് ഇന്ത്യക്ക് പുറത്തു പോകുന്നതിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ആസ്പത്രികളിലേക്കും അതുപോലെ തന്നെ മറ്റു എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പല വ്യക്തികളും പുറത്തു പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പാരാമെഡിക്കൽ രംഗത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും വിദേശ തൊഴിൽ നേടുന്നതിനും ഏറെ സഹായിച്ചിട്ടുള്ള പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ പുതിയ അക്കാദമിക വർഷത്തേക്കുള്ള കോഴ്സുകളുടെ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2426 845 8848105511. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന തൃശൂരിന്റെ സ്വന്തം മാക്സിന് പൊൻതൂവലായി ഗിന്നസ് റെക്കോർഡ്. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന സ്ഥാപക ദിനാഘോഷ ചടങ്ങിലാണ് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് ലഭിച്ചത്. 24 വർഷത്തിനിടെ 1.5 ലക്ഷം പേരുടെ ജീവൻ രക്ഷിച്ച് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഘടന എന്ന നിലയിലാണ് മോസ്റ്റ് ഇംപാക്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന കാറ്റഗറിയിൽ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് ആക്സിന് ലഭിച്ചത്. ഗിന്നസ് സത്താർ ആദൂർ ദേശീയ ഗിന്നസ് റെക്കോർഡ് ആക്സ് വർക്കിംഗ് പ്രസിഡന്റ് മേയർ MK വർഗീസിന് ചടങ്ങിൽ കൈമാറി. ആക്സിന്റെ സ്ഥാപക ദിനം ഹൈക്കോടതി ജസ്റ്റിസ് PM മനോജ് ഉദ്ഘാടനം ചെയ്തു. ആക്സ് വർക്കിംഗ് പ്രസിഡന്റായ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. മാർ ജേക്കബ് തുങ്കുഴി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, ആക്സ് സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിനാഘോഷത്തിന് മുന്നോടിയായി സ്വരാജ് റോഡിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു. ചാഴൂർ കോവിലകം കോൾപ്പടവിൽ കൊയ്യാതെ ഉപേക്ഷിച്ച നെൽപ്പാടത്ത് തീയിട്ടതിനെ തുടർന്ന് തീ നിയന്ത്രണാതീതമായി വൻതോതിൽ കത്തിപ്പടർന്നു. കൊയ്ത്ത് കഴിഞ്ഞ് യന്ത്രം ഉപയോഗിച്ച് പാടത്ത് കെട്ടിയിട്ടിരുന്ന 150ഓളം വൈക്കോൽ ബണ്ടലുകൾ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചതിനാൽ ഫാം റോഡിൽ അട്ടിയിട്ടിരുന്ന നെൽച്ചാക്കുകളിലേക്ക് തീ പടർന്നില്ല. മേനോത്തുപറമ്പിൽ രാജൻ എന്നയാളുടെ ഉടമസ്ഥതയിൽ വള്ളൂർ താഴത്ത് കൊയ്തെടുക്കാനാകാത്ത 30 ഏക്കർ നെൽപ്പാടത്താണ് തീ കൊളുത്തിയത്. തീ പടർന്ന് 2 കിലോമീറ്ററോളം വ്യാപിച്ചു. വപ്പുഴ താഴത്തെ പാടത്ത് കെട്ടിയിട്ടിരുന്ന കല്ലയിൽ ലിജുവിന്റെ വൈക്കോൽ കെട്ടുകളാണ് കത്തിനശിച്ചത്. നാട്ടികയിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. നെൽച്ചാക്കുകൾ മൂടിയിട്ടിരുന്ന ടാർപോളിൻ ഷീറ്റുകൾ ഉരുകി നശിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് 99.69 വിജയശതമാനം. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ജില്ലയിൽ 99.68% വിജയം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 30,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറിച്ചുള്ള പ്രചാരണങ്ങൾ UDFന്റെ ജാള്യത മറയ്ക്കാനാണെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂർ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക അസ്വാസ്ഥ്യമുള്ള വയോധികയെ സംഘം ചേർന്ന് മർദ്ദനത്തിനിരയാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ആർ ബിന്ദു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കേശേരിയിൽ യുവാവ് കോഴിക്കടയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. നിരവധി കോഴികൾ വെന്തുചത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് എരനെല്ലൂർ സ്വദേശി അഖിലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുല്ലച്ചിറയിൽ നിന്നും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന അതിമാരക മയക്കുമരുന്നായ 5 ഗ്രാം യെല്ലോ കളർ മെത്താംഫെറ്റമിനുമായി 2 യുവാക്കളെ ചേർപ്പ് എക്സൈസ് പിടികൂടി. വിയൂരിൽ ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ. മാളക്കുഴൂരിൽ വീട്ടിൽ നിന്നും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 28 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. തെക്കുമുറി പുളിക്കൽ പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.